നോക്കാം. ഈ രണ്ട് പേരെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ സാധാരണ രീതിയിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ? നമ്മൾ നാട്ടിലൊരു സുഹൃത്തു നില നിൽക്കും. പക്ഷെ ഇവരെ പൊസിഷൻ എന്താണ്, ഇവരെന്താണെന്ന് അറിയണമെങ്കിൽ ഇവർ കളിച്ചത് MG യൂണിവേഴ്സിറ്റിയാണ്. അതിലേക്ക് ആ 11 ആളേൽ പെടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. കറക്റ്റ് ഫുഡ് കഴിക്കണം, കറക്റ്റ് കിടന്ന് ഉറങ്ങണം, കറക്റ്റ് വ്യായാമം ചെയ്യണം. 1.5 മണിക്കൂർ കളിക്കണമെങ്കിൽ ഒരു പ്ലെയർക്ക് 1.5 മണിക്കൂർ കളിക്കണമെങ്കിൽ 2.5 മണിക്കൂർ റൺ ചെയ്യാനുള്ള ശേഷി വേണം. എങ്ങനെ 2.5 മണിക്കൂർ റൺ ചെയ്യാനുള്ള ശേഷി വേണം. ഫുട്ബോളിലൊരു സംഭവമുണ്ട്, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഡ്രോ ആണെങ്കിൽ വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് പോകും, ശരിയല്ലേ? അരമണിക്കൂർ വീണ്ടും. അപ്പോൾ 2 മണിക്കൂർ കളിക്കേണ്ടി വരും. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടണമെങ്കിലും കളിക്കണമെങ്കിലൊക്കെ നല്ല ആരോഗ്യമാണ്. ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മളെ ഫുഡ് നമ്മൾ നിയന്ത്രിക്കണം. നമ്മളെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നല്ല പാഠങ്ങൾ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ഫാമിലിയിലെ എല്ലാവരും സ്നേഹിക്കണം. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാവർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമല്ല. ലോകത്തിൽ നിന്ന് എന്തും അയാൾക്ക് വാങ്ങാനുള്ള ശേഷിയുണ്ട്, ശരിയല്ലേ? പക്ഷെ അവരെ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും അതിലേക്ക് ഫസ്റ്റ് കൊണ്ടുപോകുന്നത് അയാൾ അമ്മനാണ്, ശരിയല്ലേ? അയാൾ അമ്മ ഉണ്ട് അവളെ കൂടെ യാത്ര ചെയ്യുന്നു. ആ അമ്മൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ അമ്മനെയും അച്ഛനെയും ഉപ്പാനും ഉമ്മാനൊക്കെ സ്നേഹിക്കണം.